വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നവരാത്രിയൊക്കെ എവിടം വരെയൊക്കെയായി. അപ്പോൾ സൺഡേ ഈവനിങ്ങാണ്. അങ്കു ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ട്യൂഷൻ. അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നിരിപ്പുണ്ട്. അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചതാട്ടോ. അത് സക്സസ് ആയി. ഒന്നുമല്ല, നമ്മുടെ പാലില്ലേ, കാച്ചി ഫ്രിഡ്ജിൽ സാധാരണ തണുപ്പിച്ച് വെച്ച ആ പാലിനകത്തോട്ട് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചില്ലേ നമ്മുടെ കേക്കിന് ചേർത്ത് ഐസിങ് വിപ്പിംഗ് ക്രീം, അതിൽ 2 ടീസ്പൂൺ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കറക്കി അടിച്ചതേ ചെറുതായിട്ട് പതഞ്ഞ് വീഴുന്ന കണ്ടോ. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഐസ്ക്രീം കൊണ്ടുണ്ടാക്കിയ വാനില ഷേക്ക് പോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഹെർഷീസിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ വേണമെങ്കിൽ ഇതും കൂടെ ചേർത്തടിച്ചാൽ മതി. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ക്ഷീണവും മാറും, വിശപ്പും മാറും. അപ്പോൾ അതേ ഈ വിപ്പിംഗ് ക്രീം പൗഡർ ആയിരുന്നു ഞാൻ കഴിഞ്ഞ വ്ളോഗിലും കാണിച്ചായിരുന്നു. ഇത് ബേക്കേഴ്സ് വില്ല എന്നാണ് പേര്. ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ അതേ നവരാത്രി ദിവസം, നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ രാത്രി കാഴ്ചകളാണ്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിലോട്ട് വന്ന് അതേ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന റൂമാണ്. നമ്മുടെ കിച്ചൺ ബാൽക്കണി നേരെ രാക്കയിരുന്ന് TV കാണുന്നുണ്ട്. നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ അങ്കു സ്കൂളിൽ പോകുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ വഴിയാണ് ഒരു മാവ് നിൽക്കുന്നതും ദേ ആ മൂല നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഞാനൊരു വ്ളോഗിൽ കാണിച്ചിരുന്നില്ലേ? എന്താ വെച്ചാൽ ഇവിടെ പാരിജാതം എന്ന് പറയും. ശരിക്കും നമ്മുടെ നാട്ടിൽ പവിഴമല്ലി എന്ന് മലയാളത്തിലും പറയും. ദേ പൂവാണ്ടോ. ഇവിടെ ഇതിന് പാരിജാതം എന്നാണ് പറയുന്നത് കേട്ടോ ഹിന്ദിയിൽ. മലയാളത്തിൽ പവിഴമല്ലി എന്നും. നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സാണ് ഈ പേരുകളൊക്കെ പറഞ്ഞു തന്നെ. ഒത്തിരി താങ്ക് യു ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് ഞാൻ പറഞ്ഞല്ലോ, രാത്രി പൂത്തിട്ട് രാവിലെ കൊഴിഞ്ഞു പോവും. ഇതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ ശരിക്കും മത്ത് പിടിപ്പിക്കുന്ന ഒരു മണം. നമ്മുടെ പാലപ്പൂവിൻ്റെ ഒരു മണമില്ല, പക്ഷെ ആ ഒരു മണമല്ല കേട്ടോ. ഇത് റോസാപ്പൂവും അതുപോലെ തന്നെ മുല്ലപ്പൂവും കൂടെ ചേർന്നിട്ടുള്ളൊരു കുറച്ചും കൂടെ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ് ഇതിന്. ഇത് ശരിക്കും ഇതിന് നൈറ്റ് ഫ്ലവർ ജാസ്മിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ട്രീ ഓഫ് സാഡ്നെസ് എന്ന് പറയും. കാരണം രാത്രിയിൽ പൂത്തിട്ട് രാവിലെ കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഹെൽത്തും വെൽത്തും ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാൽ വരുമെന്നാണ് പറയുന്നത്. ഗോഡസ് ലക്ഷ്മി, നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഇഷ്ട പുഷ്പമായത്. ഇതിൻ്റെ ഇലയും ഒക്കെ നമുക്ക് ഈ ആസ്മയുള്ളവർക്കും പനിയൊക്കെ വരുമ്പോൾ തിളപ്പിച്ച് കുടിച്ചാൽ നല്ല ഹെൽത്ത് തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെൽത്തും വെൽത്തും ഒക്കെ നമുക്ക് തരുന്ന ഒരു പൂവാണ്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? എനിക്ക് എന്തായാലും നാട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു തയ്യോ കമ്പോ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ വീട്ടിൽ വെക്കണമെന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു പോസിറ്റീവ് വൈബാന്നാണ് പറയുന്നത് ഈ ചെടിക്ക്. നല്ലൊരു ഐശ്വര്യം തരുന്നൊരു ചെടിയാണ് ഈ പാരിജാതം അല്ലെങ്കിൽ പവിഴമല്ലി എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിൽ പാരിജാതം എന്ന് പറയുന്ന വേറൊരു പൂവ് പറയാറുണ്ട്. നമ്മുടെ നന്ദ്യാർ വട്ടത്തിൻ്റെ ഇലയും അടുക്ക് പോലെ പൂവും നല്ല മണമൊക്കെ ഉള്ളൊരു വെള്ളപ്പൂ. പക്ഷെ അതല്ല കേട്ടോ, ഇവിടെ പാരിജാതം എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്, പാരിജാത്ത്. അപ്പോൾ അതേ രാക്കേക്ക് ഞാനൊരു ബഞ്ച്, അതായത് ഒരു കൊല പൊട്ടിച്ചിട്ട് രാക്കേനെ ഒന്ന് മണപ്പിച്ചു. ഇതിൻ്റെ മണം ഇങ്ങോട്ട് നമ്മുടെ വീട്ടിൽ വരുവേ രാത്രിയിൽ. ശരിക്കും അങ്കുനെയും കാണിക്കാം. പവിഴമല്ലി, ഇവിടെ പാരിജാതം എന്ന് പറയും. രാത്രിയിൽ പൂക്കുന്ന ഒരു ഫ്ലവറായത്. ഓറഞ്ചാണ് അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ്. അപ്പോൾ ഈ പൂവിനൊരു നല്ല പ്ലസൻറ്റ് സ്മെല്ലാട്ടോ. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ അടിച്ചു കയറുന്നൊരു മണമാണ്. നമ്മുടെ പാലപ്പൂവിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, ആ മണമല്ല, അതുപോലെ പാലപ്പൂവിൻ്റെ ഒരു പ്രത്യേക മണമല്ലേ, അതുപോലത്തെ ഒരു പ്രത്യേക മണം ഇതിന്. നമ്മുടെ റോസും ജാസ്മിനും കൂടെ മിക്സ് ചെയ്ത് കലർന്ന ഒരു മണമാണ് ഇതിന്. എനിക്കത് പറയാൻ പറ്റത്തില്ല, ശരിക്കും നമുക്കത് ഫീൽ ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ. തണ്ട് ഓറഞ്ചാണ്. അപ്പം ഞാൻ എന്തായാലും വിളക്കിൻ്റെ മുന്നേ വെച്ച് നാളെ രാവിലെ എന്തായാലും വാടി പോകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. രാത്രിയിൽ വിടരുന്നതുകൊണ്ടാണ് ഞാൻ രാത്രിയിൽ പോയി പറിച്ചിട്ട് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച്. പുറത്ത് നവരാത്രിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഡിന്നർ രാക്കെ കോഫി ഹൗസിൽ നിന്നാണ് വാങ്ങി വന്ന കേട്ടോ. ഞാൻ ഉണ്ടാക്കാനൊന്നും നിന്നില്ല. വെജിറ്റബിൾ ബിരിയാണിയാണ്. പിന്നെ റൊട്ടി വാങ്ങിയിട്ടുണ്ട്. അവിടുത്തെ വലിയ റൊട്ടിയാട്ടോ. ശരിക്കും ഒരു മലയാളി ടച്ചുള്ള ഒരു സംഭവമാണല്ലോ ഈ ICH. നമ്മുടെ മലയാളികൾ തന്നെ തുടങ്ങിയ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റും ഇവരുടെ ഫുഡിന് ഇവിടെ ഉണ്ട്. ഈ മലയാളികളൊക്കെ ഒന്നും ഇല്ലാത്ത ഈ ഞങ്ങളുടെ ഈ ഏരിയയിലും മലയാളി ടച്ചുള്ള ഫുഡ് നമ്മൾ ICHൽ കിട്ടും. കണ്ടോ, സാലഡ് തന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ സാലഡ് ആട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് ശരിക്കും നാട്ടിലെ അതേ ടേസ്റ്റ്. പിന്നെ ഞാൻ അഫ്ഗാനി ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ഗ്രീൻ പീസ് മസാല വാങ്ങിയിട്ടുണ്ട്. അഫ്ഗാനി ചിക്കനകത്തൊരു ബുൾസയൊക്കെ ഇങ്ങനെ മുകളിലിടും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. പിന്നെ ചിക്കൻ 65 ബോൺലെസ്സാണ്. അത് ദേ നോക്കിയേ, നല്ല കറിവേപ്പിലയൊക്കെ ഇട്ട് കടു വറുത്ത് ശരിക്കും ഒരു മലയാളി തനിമ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഡാൻഡിയ നൃത്തവും വിശേഷങ്ങളും കേട്ടോ ഗ്രൗണ്ടിലെ. ഗർബ എന്ന് പറയും. ഇത് 9 ദിവസവും ഓരോ രീതിയിലാണ്. കളറും വ്യത്യാസം കാണും, സ്റ്റെപ്പുകളും വ്യത്യാസം കാണും. പിന്നെ നമ്മുടെ സ്റ്റിക്കൊക്കെ വെച്ച് കളിക്കുന്ന ദിവസവും ഉണ്ടേ.
നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, അതായത് മൺഡേ. രാവിലെ ഞാൻ കുറച്ച് ടവലൊക്കെ കഴുകായിടാന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞാൻ ടവലൊക്കെ ഒന്ന് കഴുകിയിടും, നല്ല വെയിലുള്ള ദിവസം. സ്കൂളും ഓഫീസൊക്കെ ഉണ്ട്. അങ്കുവിൻ്റെ പാല് ദേ ഞാൻ ആറ്റി കൊടുക്കുക. അവന് പാല് മാത്രം മതി, ഒന്നും തരല്ലേ അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാല് ദേ എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ടിഫിനൊന്നും കൊടുത്തു വിടുന്നില്ല, പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ രാവിലേക്കൊന്നും കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പാവം ദേ അങ്ങനെ പോവുകയാണ്. ഇന്നും ആശാന് കുറച്ച് മടിയൊക്കെ ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. തിരിഞ്ഞധികം നോക്കാതെ ഒരു പോക്കാ. പിന്നെ ദേ ഈ കാഴ്ച ഉണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് പോസിറ്റീവ് ആവും. ശരിക്കും നേച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കുറച്ച് നേരം പുറത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി പ്രകൃതിയെ. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് അപ്പോഴേ മാറി കിട്ടും. രാക്കയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആസ് യൂഷ്വൽ, ചിയ സീഡ് പാലിൽ കുതിർത്തത്. രാക്ക ഇന്ന് ചണ്ഡീഗഡിലാണ് പോകുന്നത് കേട്ടോ, ഓഫീസിൽ, നമ്മുടെ ഇവിടുത്തെ ഓഫീസിലല്ല. അപ്പോൾ 7:30 ആകുമ്പം അതിന് മുന്നേ ഇറങ്ങി, കാരണം രാഹുകാലത്തിന് മുന്നേ ഇറങ്ങാമല്ലോ എന്ന് വെച്ച് ദേ ഓടിപ്പോവുക. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ ഇവിടെ. ഇനി രാത്രിയാകും വരാൻ. ഞാൻ പറഞ്ഞില്ലേ ആ സൂര്യൻ്റെ ആ കളർ നോക്കിയേ. നമ്മളകത്ത് ഇന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സൂര്യരശ്മി നമ്മുടെ വീടിനകത്തേക്കും വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണോ പോസിറ്റിവിറ്റി തരുന്നത് നമ്മൾ തന്നെ മനസ്സിലാക്കി ആ രീതിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിയാലുണ്ടല്ലോ നമ്മൾ ഒത്തിരി ഹാപ്പി ആവും. എനിക്ക് ശരിക്കും ഈ നേച്ചർ തെറാപ്പിയിൽ ഒത്തിരി വിശ്വാസമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ആ ഒരു കാറ്റ് കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, ഒരുപാട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് അന്നൊരു തോന്നലൊന്നും വരില്ല, എപ്പോഴും നമ്മൾ പ്ലസൻ്റ് ആയിരിക്കും. ഞാനിവർ ഓഫീസിൽ സ്കൂളിലൊക്കെ പോയിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരുമ്പോൾ തന്നെ അങ്ങ് ഫ്രഷ് ആവും. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഷോപ്പിങ്ങിൻ്റെ കാര്യം കാണിച്ചല്ലോ, നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വാങ്ങാൻ പോയി. അപ്പോൾ ഞാൻ ടവലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ ടവൽ 340 രൂപയ്ക്ക്. നല്ല ക്ലോത്താ, വലുതാ. രാക്കയെ പോലുള്ള ഒരാൾക്ക് ശരിക്കും നല്ല രീതിയിൽ റാപ്പ് ചെയ്ത് എടുക്കുക, അതായത് വണ്ണമുള്ളവർക്കും ഇങ്ങനെ റാപ്പ് ചെയ്ത് ഫുള്ളായിട്ടിരിക്കുന്ന ടൈപ്പിലൊരു ടവലാണ്ടോ. ഞാൻ നീത്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ നമ്മുടെ ബോംബെ ഡൈങ്ങിനൊക്കെ എന്തോരം വില. മാത്രമല്ല നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ടവലുകൾക്ക് എന്തോരം പ്രൈസാണെന്നറിയാവോ. ഇത് 340 രൂപയ്ക്ക് ഇത്രയും നല്ല സോഫ്റ്റ് കോട്ടണാണ്. നമുക്ക് ശരിക്കും വെള്ളവും എടുക്കും. കാരണം ഞാൻ അങ്ങനത്തെ ടവൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടേ, അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇതെന്താ വെച്ചാൽ ഇവിടെ ടോപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നതാട്ടോ, കോട്ടൺ ആണ്. അപ്പോൾ ഈ ചൂട് സമയത്ത് ഈ ബൈക്കിൽ പോകുന്നവരൊക്കെ വെയിലത്ത് നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ഇങ്ങനെ ഇടുന്ന കാണാം. പിന്നെ നല്ല സോഫ്റ്റും നല്ല ഈ ചൂടത്ത് ശരിക്കും നമുക്ക് സൂത്തിങ് ആയിട്ടുള്ളൊരു സംഭവം ഈ ടോപ്പ് ഷീറ്റ്. കാരണം ചൂട് കാലത്ത് ഇവിടെ കൂടുതലും ഇതാണ് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ അത് ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്, വലുതാട്ടോ, നല്ല നീളമുണ്ട് അതിന്. അത് കാരണം നീത്ത് കഴിഞ്ഞാൽ പിന്നെ മടക്കാൻ പാടാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓരോരോ ടവല് കളക്ഷൻസാണ്. ഞാൻ ഏതാണ്ടൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ റൂമിൽ വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം നമ്മുടെ അപ്പുറത്തെ മുറിയിലിരിക്കുക. അപ്പോൾ ഇനി കുറച്ച് ഞാൻ നമ്മുടെ സ്റ്റോറേജിന് വെച്ചേക്കുന്നത് തണുപ്പിൻ്റെ ഡ്രസ്സുകൾ വരുമ്പോൾ വെക്കാനുള്ള കേട്ടോ. നമുക്കിപ്പോൾ സ്റ്റോറേജിന് ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം യാതൊരു ഭംഗിയുമില്ല. അതേ നോക്കിയേ എന്തോരം സ്റ്റോറേജാ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ റൊട്ടി കണ്ടോ, ഇത് നമ്മൾ കോഫി ഹൗസിൽ നിന്ന് തലേദിവസം വാങ്ങി കാണിച്ചതാ. അത് മുരണ്ടു പോയി കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിരുന്നയാ. ഇതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു തരട്ടെ. ഹരിയാനക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇത്. ജസ്റ്റ് ഇതേ പിച്ചി ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിനി അടിച്ചെടുക്കാം. കണ്ടോ ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടി, ഇവിടെ ഇങ്ങനെ ശർക്കര പൊടി കിട്ടുന്നതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് വരാറില്ല. കല്ലും മണ്ണും ഒന്നുമില്ല, ക്ലീനൊന്നും ചെയ്യേണ്ട, അല്ല ക്ലീൻ ശർക്കര പൊടിയാണ്. ഇവിടെ ഉള്ളൊരു ചായയിലിട്ടും പാലിലിട്ടും ഒക്കെ കുടിക്കുന്നതാണ്. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ പശു നെയ്യും കൂടെ, നമ്മുടെ നെയ്യ് അതും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പേരാണ് ചൂർമ. ഇതിവിടെ മസ്റ്റായിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്. കാരണം ബാലൻസ് ലെഫ്റ്റ് ഓവർ റൊട്ടീസ് ഇവിടെ വരുമല്ലോ, അത് ഇവർ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടുത്തുകാരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയത്. അങ്കു എന്നോട് പറയാറുണ്ടായിരുന്നു, അമ്മ അവൻ്റെ ഒരു ഫ്രണ്ട് ചൂർമ കഴിച്ചുകൊണ്ട് വരും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. എന്തോ സംഭവം, ശർക്കരയും റൊട്ടിയും നമ്മുടെ നെയ്യും അല്ലേ, അത് എത്ര ഹെൽത്തിയാ, പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടുത്തെ പിള്ളേർ സ്കൂളിലൊക്കെ വരുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുമെന്നാണ് പറയുന്നത്. രാജസ്ഥാനിലുണ്ട് കേട്ടോ ഇതുപോലെ ദാൽ ബാട്ടി ചൂർമ എന്ന് പറഞ്ഞൊരു ഡിഷ് തന്നെ അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ശരിക്കും ഈ ഡിഷ് പറഞ്ഞു തന്നത് നമ്മുടെ മെയ്ഡാട്ടോ. കാരണം ഒരു ദിവസം പുള്ളിക്കാരി നമ്മുടെ വേസ്റ്റിൽ ഇതുപോലെ ഞാൻ എന്തോ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അങ്ങനെ വാങ്ങിയ റൊട്ടി അങ്ങനെ ബാക്കി ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ ദീദി ഇങ്ങനെ കളയുന്ന റൊട്ടി കളയരുത്, ഇങ്ങനെ ചെയ്ത് നോക്ക്. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് മിക്സിയിൽ ഇതിങ്ങനെ പൊടിച്ചിട്ടിട്ട് ശർക്കരയും അതുപോലെ തന്നെ നെയ്യും ഇട്ട് അടിച്ചെടുക്കാൻ പറഞ്ഞു.
അവർ മിക്സിയിലൊന്നും അല്ല കേട്ടോ അടിച്ചെടുക്കുന്നത്, അവർ കൈ വെച്ച് ഇങ്ങനെ പൊടിച്ച് എടുക്കുന്നത്. എന്നിട്ട് നെയ്യ് കൂട്ടി അവർ ചിലപ്പോൾ ഉണ്ടയാക്കി ഇങ്ങനെ എടുക്കും, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു ഉണ്ടയാക്കി വെക്കും. ഇതൊക്കെ ഇവിടെ സ്ഥിരം സംഭവമായി ഈ ഗ്രാമത്തിലൊക്കെ ചെന്നാൽ. രാജസ്ഥാനിൽ ഇതുപോലെ തന്നെ ദാൽ ബാട്ടി ചൂർമ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സംഭവം തന്നെ ഉണ്ട്, ഇതുപോലെ ചൂർമ ഉണ്ടാക്കി ദാലും കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഇതൊക്കെ. എല്ലാവർക്കും ഹെൽത്തിയും അല്ലേ, നമ്മുടെ പഴങ്കഞ്ഞിയൊക്കെ പോലെ. കാരണം നമ്മൾ ചോറ് ബാക്കി വരുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം പഴഞ്ചോറാക്കി എടുക്കത്തില്ലേ, അതുപോലെ ഇവർ റൊട്ടി ചെയ്തിരുന്ന ഒരു ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ്. പഴഞ്ചോറ് എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ. അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മുടെ തുണിയൊക്കെ അങ്ങ് മടക്കി വെച്ച് കേട്ടോ. പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കുക, നല്ല വെയിലുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ടവൽ വിരിച്ചിട്ടില്ല കേട്ടോ, ഞാനങ്ങ് വിട്ടുപോയി. അത് മനസ്സിലുണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോയി അതൊന്ന് വിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണേ. ഇത് നല്ല സൈലൻ്റ് ആട്ടോ, പകലൊന്നും അങ്ങനെ അധികം ആളുകൾ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. വൈകുന്നേരം ഇങ്ങനെ കുറേ ആളുകളൊക്കെ കാണാം. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഈ വർക്കേഴ്സൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയും പോകുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്കിനി നേരെ പോയി നമ്മുടെ തുണി അങ്ങ് വിരിച്ചിടാം, നമ്മുടെ ടവൽസ്. നല്ല കാറ്റുമുണ്ട്, ഒരുവിധം വെയിലുമുണ്ട്, ചൂട് തട്ടി ടവൽ നല്ല വടി പോലെ ഇപ്പം കിട്ടുവേ. അപ്പോൾ ഇനി ലഞ്ച് ഉണ്ടാക്കണമല്ലോ, എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം. രാക്കയില്ല, അങ്കൂന് ഒന്നാമത് അവിടെ നിന്ന് കഴിച്ചിട്ടല്ലേ വരുന്നത്. എന്തെങ്കിലും നമ്മുടെ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് അങ്ങ് കൊടുക്കാമല്ലോ, എന്നിട്ട് ട്യൂഷനും പോകണം. എന്തായാലും അപ്പോഴത്തേക്കും മെയ്ഡ് വന്നു. പുള്ളിക്കാരി വന്നു പോയതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കാൻ കയറാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജൊക്കെ ഒന്ന് തപ്പി നോക്കണം, എന്താണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കയ്യിൽ പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കറകളയാനായിട്ടൊന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പപ്പായ ഇരിപ്പുണ്ടായിരുന്നു, പച്ച പപ്പായ. കുറച്ച് സ്പ്ലിറ്റഡ് മൂങ് ദാൽ, നമ്മുടെ പയർ ഇരിപ്പുണ്ടല്ലോ, പച്ചപ്പയർ, അതും കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പപ്പായയും പച്ചമുളകും പച്ചക്കായയും എല്ലാം കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചോറും കുറച്ച് ഹെൽത്തി തന്നെയാണല്ലോ. അപ്പം അത് 3-4 വിസിൽ കൊടുത്തു ആവിമാരി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തു. പയർ സ്പ്ലിറ്റഡ് ആയിട്ട് പെട്ടെന്ന് വേകുമല്ലോ, ഹൈ ഫ്ലെയിമിൽ ഞാനങ്ങ് വേവിച്ചെടുത്തായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടെ ഒക്കെ ഇട്ട് തേങ്ങയിൽ കുറച്ച് വെള്ളമാക്കി ഒന്ന് അരച്ചിട്ട് അവസാനം വെളിച്ചെണ്ണയിൽ നമ്മുടെ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും വറുത്തിട്ടെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് എന്താ പറയുക, നമ്മുടെ പച്ചക്ക പപ്പായ എരിശ്ശേരി. പിന്നെ പപ്പടവും കാച്ചി എടുക്കുന്നുണ്ട്, ലിച്ചിഡ് പാപ്പട്ട്. അപ്പോൾ ദേ റെഡി ആയിട്ട് അങ്കുവും അക്കയും ഫ്രണ്ട് ഇരിപ്പുണ്ട്, ഞാനും കയറി ഇരിപ്പുണ്ട്. പോകുന്നത് വേറെ എങ്ങും അല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, കുറച്ച് ദിവസം മുന്നേ നമുക്ക് അവധിയൊക്കെ ഉള്ള ദിവസം എടുത്തൊരു വീഡിയോയാണ്. അപ്പം നമ്മുടെ വീട് വലത്തെ സൈഡിൽ താഴെ കാണുന്നത് നമ്മുടെ വീടാണ്. പിന്നെ അതിനപ്പുറത്തോട്ട് കാണുന്നത് നമ്മുടെ പഴയ വീടിൻ്റെ വഴിയായിരുന്നു. പോകുന്നത് വേറെങ്ങും അല്ല, ഗുഡ്ഗാവിലോട്ട്. അവിടെ ABC എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമ്മുടെ ബാർബിക്യൂ നേഷൻ പോലെ ബുഫേ മാത്രമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ സ്പാറിൽ പോകത്തില്ലേ, ആ മോളിലാണ്, മെട്രോപോളിസ് മോളിൽ. സ്പാറി പോകുന്ന ദിവസം നമുക്ക് കഴിക്കാനുള്ളൊരു മൂഡ് വരത്തില്ല, സാധനമൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ ഒക്കെ കുടിച്ചിട്ട് വയറ് ഒരുവിധം സ്റ്റഫായിരിക്കും. അപ്പോൾ ഇവിടെ ബുഫേ ആണെന്ന് പറഞ്ഞല്ലോ, ബുഫേ മാത്രമേ ഉള്ളൂ. രാവിലെ ബ്രഞ്ച് ഒരു 11 to 3:30 ഉണ്ട്. അതിനുശേഷം പിന്നെ ഒരു 6:30 മുതൽ രാത്രി 11 മണി വരെ ഡിന്നറും. അപ്പം നമ്മൾ ഡിന്നറിൻ്റെ അതിനാണ് പോകുന്നത്. നമ്മൾ നേരത്തെ എത്തിയിട്ടോ, മെട്രോപോളിസ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ AB's റെസ്റ്റോറൻറ്റ്. ഏർലി ബേർഡ് ഓഫറൊക്കെ ഉണ്ട്, നമ്മൾ ശരിക്കും ഏർലി ബേർഡാണ്, നമ്മളാ ഫസ്റ്റ് വന്നത്. അതിന് ശേഷം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ, കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ബാർബിക്യൂ ചെയ്തത് ചിക്കൻ, ഞങ്ങൾ നോൺ വെജാണ്, 3 നോൺ വെജ് ബുഫയാണ്. അപ്പോൾ ചിക്കൻ്റെയും ഫിഷിൻ്റെയും ഐറ്റംസ് ആണ് നമുക്ക് മതി എന്ന് പറയുന്നത്, ഇത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. കൂടാതെ വെജിറ്റേറിയൻ നമ്മൾ നോൺ വെജ് എടുത്താലും കൊണ്ടുവരും കേട്ടോ. അതേ പാനിപൂരി ഉണ്ട്, പിന്നെ നമ്മുടെ പ്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ, പിന്നെ കബാബ്സ്, കോണ്, പനീർ, എൻ്റെ കൂടെ പൈനാപ്പിൾ, നമുക്ക് എന്തൊക്കെ വേണം അത് വരും. പിന്നെ അതേ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുയലിറച്ചി ഉണ്ട്, റാബിറ്റ്, ബണ്ണി ഇല്ലേ അത്, പിന്നെ ഒക്ടോപ്പസ്, സ്ക്വിഡ്, എമ്മു വരെ ഉണ്ട്. എമ്മു ഇല്ലേ, എമ്മു വലിയ മുട്ടയുള്ള, അതിൻ്റെ ഒക്കെ ഉണ്ട്. നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ റെഡിയാക്കി തരും കേട്ടോ, ഒന്നും കൂടെ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് തരും. ദേ അത് വെച്ചേക്കുന്നുണ്ടോ, ഫിഷും ഒക്ടോപ്പസും സ്ക്വിഡും ബണ്ണിയും എമ്മുവും അങ്കുവും അതൊക്കെ കഴിച്ചോട്ടോ. ഞാൻ ആ ഒരു സെക്ഷനിലോട്ട് നോക്കിയില്ല, എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. ഫുഡ് എനിക്ക് അറിയാവുന്ന മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. ചിക്കൻ കഴിക്കും, പിന്നെ ചിക്കൻ്റെയും മട്ടൻ്റെയും കാര്യങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതുകൂടാതെ മെയിൻ കോഴ്സ് ഫുഡ് ഉണ്ട് കേട്ടോ. ആ സെക്ഷനിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ്റെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ദാല്, വെജിറ്റേറിയൻ, നോൺ വെജ് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷെ നമുക്ക് വയറ് പറ്റത്തില്ല. ഇത് അങ്കു പിസ്സ വേണമെന്ന് പറഞ്ഞാൽ അതും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ എന്തോ ലോലിപോപ്പും മില്ലറ്റിൻ്റെ കേക്കും ഇതൊക്കെ പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മെയിൻ കോഴ്സസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഉള്ള കേട്ടോ, ഒന്ന് ടേസ്റ്റ് എങ്കിലും ചെയ്യാമല്ലോ എന്ന് വെച്ച്. കാരണം നമ്മുടെ ഈ ബാർബിക്യൂസ് തന്നെ ഒത്തിരി കഴിച്ച് നമ്മുടെ വയറ് ഒരു സ്റ്റഫായി. പിന്നെ
ഡെസേർട്ട് സെക്ഷൻ, എനിക്ക് പേര് പോലും അറിയില്ല. ഞാൻ ദേ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്നേ ഉള്ളൂ, കാരണം ആളുകളൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. പിന്നെ അവരോട് എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി, അവരിങ്ങനെ കൊണ്ടുവരുന്നത് ഒരുപാട് ഗുലാബ് ജാമുനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് മൂങ് ദാൽ ഹൽവ, എൻ്റെ ഫേവറേറ്റ് സ്വീറ്റായത്, നാക്കിലിട്ട അടിപൊളിയാണ്, അലിഞ്ഞു പോവും. പിന്നെ പേസ്ട്രീസ്, ലാസ്റ്റ് ഐസ്ക്രീം. അവൻ ചോക്ലേറ്റ് കോണും ഞങ്ങൾ രണ്ടും വാനില കോണും. എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അത്രയ്ക്ക് മത്തടിച്ചു പോയി. തിരിച്ച് ഇറങ്ങുകയാണ്. അങ്കുവിന് 2 ബലൂണൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അവർ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഇനിയും ഞങ്ങൾ വരും. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. വലിയ പ്രൈസ് ഒന്നുമില്ല കേട്ടോ. ഏർലി ബോർഡ് ഓഫറായിട്ട് 3 പേർക്കും കൂടെ 300 രൂപ ഓഫറും കിട്ടി. പിന്നെ പെട്രോൾ അടിക്കാൻ ഞങ്ങൾ വന്ന് നിന്നപ്പോൾ കണ്ട ഒരു രംഗം കേട്ടോ. എന്തോ ഒരു ട്രക്ക് പോലത്തെ ഒരു സംഭവം, അതിനകത്ത് കയറാൻ നിൽക്കുന്ന ആളുകളാണ്. എല്ലാവരും ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊണ്ടുപോവാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വിഷമം നൽകുന്ന കുറച്ച് കാഴ്ചകളാണ്. കണ്ടോ, അവർ യാത്ര ചെയ്യാൻ എന്ത് ചെയ്യാനല്ലേ, ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് നോർത്ത് ഇന്ത്യ. നോർത്ത് ഇന്ത്യ എന്നല്ല, ഇതാണ് ഇന്ത്യ. എന്തോരോ ആളുകളല്ലേ നമുക്ക് ചുറ്റും. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.